നരസിംഹ, പറയുന്നതെല്ലാം ശ്രദ്ധിച്ചു കേൾക്കണം. കള്ളന്മാരാന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്ത 3 പേരും കൊലപാതകികളാണ്. ആ ഗ്യാങ്ങിൽ 3 പേരല്ല, അവരുടെ കൂട്ടത്തിൽ ഒരു പെണ്ണുണ്ട്. എന്താ സാർ ഈ പറയുന്നത്? ഈ പറയുന്നവരെല്ലാം നിങ്ങളുടെ നാട്ടിലുണ്ടിപ്പോ. നിങ്ങളെ അറ്റാക്ക് ചെയ്യാനാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്നെ എന്തിനാ സാർ അറ്റാക്ക് ചെയ്യുന്നത്? ഇല്ലാത്ത കാരണങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പടിമുറ്റം വരെ എത്തി. ഹോസ്പിറ്റലിൽ പോയി സോപ്പിട്ട് സിംഗിൾ ആയിട്ട് കാക്കനാട് കൊണ്ടുപോകാൻ വേണ്ടി എത്രമാത്രം ട്രൈ ചെയ്തു. ഈ കള്ളന്മാരെയൊക്കെ അറസ്റ്റ് ചെയ്തപ്പോ സ്റ്റുഡൻസ് ആണെന്നൊക്കെ കള്ളം പറഞ്ഞ് എന്തിനാണ് സ്റ്റേഷനിൽ നിന്ന് എസ്കേപ്പ് ആയി പോയത്? അങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ടതിന് ശേഷവും വീണ്ടും എന്തിനു നിങ്ങളുടെ നാട്ടിലേക്ക് വന്നു? ഇതെല്ലാം കണക്കൂട്ടി വെച്ച് നോക്കുമ്പോഴേ അവര് നിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. നമ്മുടെ ആൾക്കാരും കൂട്ടി ഞാനിപ്പോ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. ഒന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് നല്ലതാ. അവന്മാരിൽ ഒരാളെയും ഞാൻ വിടില്ല സാറേ. ആ ടവല് താഴേക്ക് ഇറക്കടാ. താഴെ ഇരിക്കടാ. മുട്ടൂത്തിരിക്കാൻ. ഇനി പറയടാ, എന്തിനാ ഇവിടെ വന്നേ? എന്തിനാ വന്നത് പറയടാ. എനിക്കത് അറിയില്ല സാറേ. ശ്രീനിക്ക് ആക്സിഡന്റ് ആയതും ഞങ്ങൾക്ക് അറിയില്ല സാറേ. എന്നെ കൊണ്ട് പറയിക്കും ഞാൻ. എന്നെ തനിയെ കാലിനടക്കി കൂട്ടിക്കൊണ്ടുപോയി എന്ത് പ്ലാൻ ചെയ്യാനാടാ? എന്തിനാണ് സത്യം പറഞ്ഞില്ലണ്ടല്ലോ, കൊന്നുകളയും ഞാൻ. എന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും ഞാൻ. സിദ്ധു, സിദ്ധു പറയാടാ. നരസിംഹ, ഇവന്മാര് ചാവേണ്ടത് നിങ്ങളുടെ കൈ കൊണ്ടല്ല, എന്റെ കൈ കൊണ്ടാ. നന്ദി കെട്ട ദ്രോഹി. നല്ല ചിക്കൻ ബിരിയാണിയും മദ്യവും തന്ന എനിക്കിട്ട് തന്നെ നിങ്ങൾ പണി തന്നല്ലേ? പോലീസുകാരനെ തല്ലി പ്രസവിച്ച കുഞ്ഞിനെയും സ്വന്തം കെട്ടിയോനെയും കൊന്ന സ്വാതിയെ എന്തിനാടാ അവരെ രക്ഷിച്ചു വിട്ടത്? പറയുന്നുണ്ടോ ഇല്ലയോ? സത്യം പറയടാ. പറയേ. ആ പെണ്ണിനെ ഓടിച്ചോണ്ട് വന്നത് പോലീസാണെന്ന് അറിയാതെ അവളെ രക്ഷിക്കണമെന്ന് വിചാരിച്ച് ഞങ്ങളെ സാറേ അവരെ അടിച്ച്. പിന്നീട് മനസ്സിലായത് ഞങ്ങൾ അടിച്ചത് മഫ്തിലുള്ള പോലീസുകാരെയാണ്. ചെയ്ത് തെറ്റിന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ പെണ്ണിനെ ഞങ്ങൾ പിടിച്ചതെന്ന് നിങ്ങൾ വിശ്വസിക്കുമെന്ന് ഓർത്ത് അവളെ ഫോളോ ചെയ്തു. അവള് ഞങ്ങളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് നേരെ എസ് ഐയുടെ വീട്ടിലേക്ക് പോയി. അവളാന്ന് വിചാരിച്ച സാറേ ഞങ്ങൾ എസ് ഐനെ അറ്റാക്ക് ചെയ്യാൻ പോയത്. ഇതാ നടന്നത്. നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ ആ പെണ്ണ് ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. കോൺസ്റ്റബിൾ, അകത്ത് പോയിട്ട് എല്ലാം ചെക്ക് ചെയ്ത് നോക്ക്. വേഗം. ലക്ഷ്മി, നീ ഈ റൂമിൽ പോയി നോക്ക്. ശരി സർ. ലോകേഷ്, നീ ആ റൂമിൽ നോക്ക്.